സംസ്ഥാന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇടതുമുന്നണി ശ്രദ്ധിക്കണമെന്ന് ബിജെപി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വനി. ടാറിംഗ് പ്രവർത്തനങ്ങൾ അനന്തമായി നീളുന്ന പൈവളികെ പഞ്ചായത്തിലെ ലാൽബാഗ്, ചിപ്പാർ, കുരുടപ്പദവ് റോഡ് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അവർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കോളിക്കര ഹോണ്ട ചെമ്മനാട്. ഹോണ്ട ഓതറൈസ്ഡ് മെയിൻ ഡീലർ, ചെമ്മനാട്, കാസർഗോഡ്. കോൺടാക്ട് സെയിൽസ് 9112 444 222, സർവീസ് 9057191191. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച പദ്ധതികളുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതിനും സമാന്തര ഉദ്ഘാടനം നടത്തുന്നതിനും പകരം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെയും തദ്ദേശ വകുപ്പ് സ്ഥാപനങ്ങളുടെയും പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇടതുമുന്നണി നേതൃത്വം ശ്രദ്ധിക്കണമെന്നും ബിജെപി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വനി പറഞ്ഞു. ടാറിംഗ് പ്രവർത്തനങ്ങൾ അനന്തമായി നീളുന്ന പൈവളികെ പഞ്ചായത്തിലെ ലാൽബാഗ്, ചിപ്പാർ, കുരുടപ്പദവ് റോഡ് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അവർ. ദേശീയപാത 66ന്റെ വികസനം പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടമെന്നാണ് ഇടതുമുന്നണി അവകാശപ്പെടുന്നത്. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ പല പദ്ധതികളും അനിശ്ചിതമായി നീളുകയാണ്. 1.5 വർഷം മുൻപ് ടെൻഡർ പാസായ ലാൽബാഗ്, ചിപ്പാർ, കുരുടപ്പദവ് റോഡ് കഴിഞ്ഞ 3 മാസക്കാലമായി അടച്ചിട്ടിരിക്കുകയാണ്. ബസ്സുകൾ ഉൾപ്പെടെ വഴിമാറി സഞ്ചരിക്കുന്നത് കാരണം വലിയ ബുദ്ധിമുട്ടാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി വൈദ്യുത തൂണുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവർത്തനം ഒച്ചിഴയുന്ന വേഗത്തിലാണെന്നും നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാത്ത പക്ഷം ജനകീയ പ്രക്ഷോഭത്തിന് ബിജെപി നേതൃത്വം നൽകുമെന്നും അശ്വനി പറഞ്ഞു. ನಾವು ನಿಂತಿರುವಂಥ ಸ್ಥಳ ಕುರುಡಪದವು, ಚಿಪ್ಪಾರ್, ಲಾಲ್ಬಾಗ್ ಆಗಿ ಉಪ್ಪಳಕ್ಕೆ ಕನೆಕ್ಟ್ ಆಗುವಂಥ ಒಂದು ರೋಡ್ನಲ್ಲಿ ಈ ರೋಡ್ ನೋಡುವಾಗ ಕೆಲಸ ಆಗ್ತಾ ಇದೆಯೋ ಇಲ್ವೋ ಅಂತ ಹೇಳುವಂಥ ಒಂದು ಸಂಶಯ ಹುಡ್ತಾ ಇರುವಂಥದ್ದು. ಯಾಕೆ ಅಂತ ಹೇಳಿದರೆ ಈ ರೋಡಿನ ಒಂದು ಕಾಂಟ್ರಾಕ್ಟ್ ತಗೊಂಡು ಸುಮಾರು ಈಗಾಗಲೇ 1.5 ವರ್ಷ ಕಳೀತು. ಅಪ್ರಾಕ್ಸಿಮೇಟ್ ಅಂತ ಹೇಳಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ 2 ವರ್ಷ ಅಂತ ಹೇಳ್ಬೋದು ನಮಗೆ. ಸೊ ಈ ಒಂದು 3.4 ಕಿಲೋಮೀಟರ್ ರೋಡನ್ನು ಕಂಪ್ಲೀಟ್ ಮಾಡಲಿಕ್ಕೆ ಯಾಕೆ ಇಷ್ಟು ವರ್ಷ ತಗೊಂಡಿದ್ದಾರೆ ಅಂತ ಹೇಳಿ ನಮಗೆ ಗೊತ್ತಾಗ್ತಾ ಇಲ್ಲ. ಇದಕ್ಕೆ ಉತ್ತರ ಈ ಕಾಂಟ್ರಾಕ್ಟರ್ ನಮಗೆ ಕೊಡಬೇಕಾಗಿರುವಂಥದ್ದು. ನಾವು ಅಲ್ಲಿಂದ ಮೇಲಿಂದ ಕೆಳಗೆ ತನಕ ಬರುವಾಗ ಒಂದು ಸಮಾನವಾದಂತಹ ರೋಡಿನ ಕೆಲಸ ಕಂಪ್ಲೀಟ್ ಆಗಲಿಲ್ಲ. ಅಲ್ಲಲ್ಲಿ ಜಲ್ಲಿ ಕಲ್ಲುಗಳು, ಅಲ್ಲಲ್ಲಿ ಮಡ್ ರೋಡ್ಗಳು, ಅದೇ ರೀತಿ ಡ್ರೈನೇಜ್ನ ಕೆಲಸಗಳು ಬಾಕಿ ಆಗಿರುವಂಥದ್ದು. ಮತ್ತು ನಾವು ಕಾಣುವಂತಹ ಎಲೆಕ್ಟ್ರಿಕಲ್ ಪೋಸ್ಟಿನ ಕೆಲಸಗಳು. ಆ ಎಲೆಕ್ಟ್ರಿಕಲ್ ಪೋಸ್ಟು ಈ ಒಂದು 3.4 ಕಿಲೋಮೀಟ್ರಿಗೆ ಸುಮಾರು ಒಂದು ಸರಾಸರಿ ಅಂತ ಹೇಳಿದ್ರೆ ಒಂದು 28ರಿಂದ 30 ಪೋಸ್ಟ್ಗಳು ಇಲ್ಲಿ ಇನ್ಸ್ಟಾಲೇಷನ್ ಮಾಡಲಿಕ್ಕೆ ಉಂಟು, ಚೇಂಜ್ ಮಾಡಿ. ಜವಾಬ್ದಾರಿಯನ್ನು ಹೊತ್ತುಕೊಂಡಿರುವಂತಹ ಕಾಂಟ್ರಾಕ್ಟರ್ ಆದಷ್ಟು ಬೇಗ ಈ ಕೆಲಸವನ್ನು ಮುಗಿಸಿ ಜನಸಾಮಾನ್ಯರಿಗೆ ಓಡಾಟ ಮಾಡುವ ರೀತಿಯಲ್ಲಿ ಮಾಡಿಕೊಡಬೇಕು ಅಂತ ಹೇಳಿ BJP ಜಿಲ್ಲಾ ಸಮಿತಿ ವತಿಯಿಂದ ನಾನು ವಿನಯಪೂರ್ವವಾಗಿ ವಿನಂತಿ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ಈ ಕೆಲಸ ಎಲ್ಲಾದರೂ ಕಂಪ್ಲೀಟ್ ಆಗದಿದ್ದರೆ ನಾವು ಮತ್ತೆ ಜಿಲ್ಲಾ ಸಮಿತಿ ವತಿಯಿಂದ, ಈ ಪಂಚಾಯತ್ ಘಟಕದ ವತಿಯಿಂದ ಒಂದು ದೊಡ್ಡ ಪ್ರತಿಭಟನೆ ಮಾಡಿ ಈ ಕೆಲಸವನ್ನು ಹೇಗೆ ನಾವು ಕಂಪ್ಲೀಟ್ ಮಾಡಿಸಬೇಕು ಅಂತ ಹೇಳಿ ಕೂಡ ಆಲೋಚನೆ ಮಾಡುವಂಥ ಸ್ಥಿತಿಯಲ್ಲಿ ನಾವು ಕೂಡ ಒಂದು ಹೆಜ್ಜೆ ಮುಂದೆ ಇಡಬೇಕಾಗ್ತದೆ. ಸೊ ಹಾಗಾಗಿ ನಾವು ಇವತ್ತು ವಿನಂತಿ ಮಾಡ್ತಾ ಇರೋದು, ಈಗ ಆದಷ್ಟು ಬೇಗ, ಎಷ್ಟು ಬೇಗ ಈ ಕೆಲಸ ಕಂಪ್ಲೀಟ್ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೋ ಅಷ್ಟು ಬೇಗ ಕಂಪ್ಲೀಟ್ ಮಾಡಿ ಜನಸಾಮಾನ್ಯರಿಗೆ ಓಡಾಟ ಮಾಡಲಿಕ್ಕೆ ಬಿಟ್ಟುಕೊಡಬೇಕು ಅಂತ ಹೇಳಿ ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದೇನೆ. ಬಿಜೆಪಿ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಸೆಕ್ರೆಟರಿ ಲೋಗೇಶ್ ನೋಂಡ, ಪೈವಳಿಗೆ ನಾರ್ತ್ ಏರಿಯಾ ಕಮಿಟಿ ಪ್ರೆಸಿಡೆಂಟ್ ಸತ್ಯಶಂಕರ ಭಟ್, ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಪ್ರವೀಣ್ ಪಟ್ಲ, സൗത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് സുബ്രഹ്മണ്യ ഭട്ട്, മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി അംഗം കീർത്തി ഭട്ട്, പൈവളികെ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ സുമന ജി ഭട്ട്, രാമ ഏദാർ, രാമകൃഷ്ണൻ BK, ഗണേഷ് പ്രസാദ്, സുജാത, ഗോപാല സാപല്യ, ബാലകൃഷ്ണ, സലിൽ മാസ്റ്റർ, വിശ്വനാഥ മാനിപ്പാടി എന്നിവ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.